ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹോം ഗ്രോൺ റെസിപ്പീസ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ ചിക്കൻ സൂപ്പ് റെസിപ്പി ആയിട്ടാണ്. ഏറ്റവും സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുക്കറിൽ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം 5-6 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ബോൺലെസ് ചിക്കനാണ് ഞാൻ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോണുള്ള ചിക്കൻ ആയാലും പ്രശ്നമില്ല, നല്ലതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ സോയാ സോസും പിന്നെ 1 ടീസ്പൂൺ പെപ്പറും, എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു വിസിലാകുന്നത് വരെ നമ്മൾ ഫ്ലെയിമിലൊന്ന് വെക്കാം. അപ്പോൾ ഒരു വിസിലായിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കനെ ഒന്ന് പുറത്തെടുത്ത് അതിനെ ഷ്രെഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് നമ്മൾ കളയാണ്ട് എടുത്ത് വെക്കാം. അപ്പോൾ ചിക്കനെ ഏറ്റവും ചെറുതായി ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കോണ് വേവിച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ടൊരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർക്കാം. എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച 2 പച്ചമുളകും പിന്നെ 6-7 അല്ലി വെളുത്തുള്ളിയും ചേർക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഓരോന്നാക്കി വെച്ച കോൺ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഏകദേശം ഇതിനെ 1 മിനിറ്റ് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. എന്നിട്ട് നമ്മൾ മുമ്പ് ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കന് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കനും ഏകദേശം 1 മിനിറ്റ് ഫ്രൈ ചെയ്ത ശേഷം നമ്മൾ ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവനായും ആ ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എമൗണ്ടിൽ ആഡ് ചെയ്താൽ മതി. ആവശ്യമുള്ളത്ര ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്താൽ മതി. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത്, ആദ്യം ഒരു ബൗളിൽ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് കലക്കി കൊടുക്കാം. അപ്പോൾ നല്ലൊരു മിക്സിങ് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ലിക്വിഡായി തന്നെ വേണം നമ്മൾ സൂപ്പിലേക്ക് ചിക്കൻ സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്യാൻ, ഇല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ കോൺഫ്ലോർ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ സ്റ്റോക്ക് മെല്ലെ തിളക്കാൻ സ്റ്റാർട്ടാവുമ്പോൾ നമ്മൾ ഇതിലേക്ക് കോൺഫ്ലോറിൻ്റെ വെള്ളം ഒഴിക്കാം. അപ്പോൾ ഈ കോൺഫ്ലവറിൻ്റെ വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കോൺഫ്ലവർ ആഡ് ചെയ്ത ശേഷം ഈ സൂപ്പ് മെല്ലെ മെല്ലെ തിക്കാവാൻ സ്റ്റാർട്ടാവും. ഇതാണ് സൂപ്പിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാം. തിക്കാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നത്. ആ ഒരു കോൺഫ്ലോറിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഇതൊന്ന് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കാം. എന്നിട്ട് വീണ്ടും ഇത് തിളക്കാൻ സ്റ്റാർട്ടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്യാം.
മല്ലിയില ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു മുട്ട ചേർക്കാം. അപ്പം മുട്ട ആദ്യം നമ്മളൊരു ബൗളിൽ മുട്ട ഒഴിച്ച് അതിനെ നല്ലപോലെ ഒന്ന് കലക്കിയതിന് ശേഷം നമ്മൾ മുട്ട സൂപ്പിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ സൂപ്പിലേക്ക് മുട്ട ആഡ് ചെയ്യുമ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുട്ട ഒഴിച്ചതിന് ശേഷം സൂപ്പ് തിളച്ച് വരുമ്പോൾ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മളിതൊന്ന് വേറെ മാറ്റി വെക്കാം. അപ്പം നല്ല പോലെ തിളച്ചതിന് ശേഷം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് സൂപ്പ് ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിലേക്ക് അവസാനമായിട്ട് വെജ് സൂപ്പിൻ്റെ പാക്കറ്റ് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ടേസ്റ്റിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഡ് ചെയ്തത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ അവസാനമായിട്ട് നമ്മൾ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും ചേർക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ സൂപ്പ് റെഡിയാണ്. ഇതിന് നമ്മളിത് സെർവ് ചെയ്യാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ ഒരു സൂപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തിയും കൂടിയാണിത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ഉണ്ടെങ്കിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീണ്ടും കാണാം പുതിയ റെസിപ്പിയുമായി. താങ്ക് യു.